തണ്ണി, കുണ്ടള എന്നീ 3 നദികളുടെ സംഗമവേദിയായതുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് വന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമാണ് മൂന്നാർ. 2000-ൽ കേരള സർക്കാർ മൂന്നാറിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചു. യാത്രാമധ്യേ ഞങ്ങൾ ആദ്യം കണ്ടത് ചെയ്യാപ്പാറ വെള്ളച്ചാട്ടമായിരുന്നു. നിബിഡമായ അപൂർവമായ സസ്യജാലങ്ങൾ, 7 തട്ടുകളിലായി കുത്തിയൊലിച്ചു വരുന്ന വെള്ളച്ചാട്ടം മനോഹരമായ കാഴ്ചയാണ്. പച്ച തേയിലത്തോട്ടങ്ങൾ, ഹിൽ സ്റ്റേഷൻ, ശാന്തമായ കാലാവസ്ഥ എന്നിവയ്ക്ക് പേരുകേട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മൂന്നാർ. വശ്യസുന്ദരമായ പ്രകൃതി മനോഹരി. മൂന്നാറിലുള്ള പറക്കാട്ട് റിസോർട്ടിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തത്. മൂന്നാറിന്റെ സൗന്ദര്യം പോലെ മനോഹരമായ കാഴ്ചകളുടെ ഉറവിടമായിരുന്നു പറക്കാട്ട് റിസോർട്ട്. തേയിലത്തോട്ടങ്ങളിലെ വശ്യസുന്ദരമായ കാഴ്ചകൾക്ക് നടുവിലാണ് പറക്കാട്ട് റിസോർട്ട്. ഇപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. ന്യൂസ് ഉണ്ട്. ഞങ്ങളുടെ ആശാന്റിയുടെ മക്കളായ ശ്രീരാമിന്റെയും ശ്രീഹരിയുടെയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഹാപ്പി ബർത്ത്ഡേ ഡിയേഴ്സ്.
പോയി. അവിടെ ഞങ്ങൾ കുറെ സമയം ചിലവഴിച്ചു. അതിമനോഹരമായ കാഴ്ചകളാണ് അവിടെ ഉണ്ടായത്. രാത്രിയിൽ ക്യാൻഡിൽ ലൈറ്റ് ബഫറ്റ് ഡിന്നർ ആയിരുന്നു. ഒരു അടിപൊളി ഡിന്നർ. കോടമഞ്ഞിനിടയിലിരുന്നുള്ള ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ അതിനുശേഷം ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അമ്മും നന്ദുവും ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന്